ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NMMS സ്കോളർഷിപ്പ് 2025 ഫ്രഷ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടം എന്ന രൂപത്തിൽ OTR രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. ആ OTR രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യുന്നതിന് മറ്റൊരു വീഡിയോയിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അത് നോക്കി മനസ്സിലാക്കി OTR രജിസ്ട്രേഷൻ നടത്തുക. അതിനുശേഷമാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഈ ഫ്രഷ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫ്രഷ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് ഈ ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അത് 8ാം ക്ലാസ്സിൽ അവർ പരീക്ഷ എഴുതുകയും സ്കോളർഷിപ്പിന് അർഹത നേടുകയും ചെയ്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഫ്രഷ് രജിസ്ട്രേഷനിലേക്ക് കടക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ബ്രൗസറിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ ആദ്യം വരുന്ന റിസൾട്ടായിട്ടുള്ള നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ കാണാം, ഇവിടെ സ്റ്റുഡൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫീസേഴ്സ്, പബ്ലിക് എന്നിങ്ങനെ വിവിധ ബട്ടണുകൾ കാണാം. അതിൽ നമുക്ക് സ്റ്റുഡൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഈ സ്റ്റുഡൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴേക്ക് നമുക്ക് അനൗൺസ്മെൻറ്റ്, OTR, അപ്ലൈ ഫോർ സ്കോളർഷിപ്പ്, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ ഈ OTR രജിസ്ട്രേഷനാണ് നമ്മൾ നേരത്തെ പരാമർശിച്ചത്. ഈ OTR രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഈ സ്കോളർഷിപ്പ് നടപടികളിലേക്ക് പൂർത്തിയാകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഘട്ടമാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നതിന് താഴെയുള്ള ഈ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലോഗിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെബ്സൈറ്റ് വേഗതയ്ക്കനുസരിച്ച് ഇത് ലോഡായി വരുന്നത് ചിലപ്പോൾ താമസം നേരിട്ടേക്കാം. നമുക്കിവിടെ OTR നമ്പറും പാസ്വേഡും നൽകി നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. അതുപോലെ ക്യാപ്ച കോഡും നൽകിയിട്ടാണ് നമ്മളിത് ലോഗിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ലോഗിൻ ഇൻ സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി നമുക്ക് ഈ പേജിൽ കാണാൻ കഴിയുന്ന മൈ പ്രൊഫൈൽ എന്ന് കാണാം, മൈ ആപ്ലിക്കേഷൻസ് എന്ന് കാണാം. ഇതിലെ ഈ മൈ പ്രൊഫൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊടുത്ത OTR രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് വീണ്ടും ഇവിടെ കാണാം. നമ്മുടെ ഫോട്ടോ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കാണാം. അതുപോലെ മൊബൈൽ നമ്പർ, മറ്റു വിവരങ്ങളൊക്കെ തന്നെ ഇവിടെ കണ്ട് മനസ്സിലാക്കി അത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നുകൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ മൈ ആപ്ലിക്കേഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, യു ഹാവ് നോട്ട് അപ്ലൈഡ് ഫോർ എനി സ്കോളർഷിപ്പ് ഇൻസെൻറ്റീവ് ആപ്ലിക്കേഷൻസ്. യാതൊരു സ്കോളർഷിപ്പിന് ഇതുവരെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നൊരു മെസ്സേജ് കാണാം. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ഫ്രഷ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കുറേ അധികം ഗൈഡ് ലൈൻസ് ആണ് വരുന്നത്. ഈ ഗൈഡ് ലൈൻസ് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം നമുക്കിവിടെ താഴെ കാണുന്ന 2 ഭാഗത്ത് ഒന്ന് ടിക്ക് നൽകാം. അതിനുശേഷം മൈ എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ഫോർ ഫ്രഷ് എന്നുള്ള ഒരു പേജിലേക്കാണ് വരുന്നത്. നമുക്കിവിടെ ഡൊമസൈൽ സ്റ്റേറ്റ് എന്നുള്ള നമ്മുടെ കേരളം, ഇത് സ്റ്റേറ്റാണ്. ആ ഒരു സ്റ്റേറ്റിൻ്റെ പേര് നൽകുക. സ്കോളർഷിപ്പ് കാറ്റഗറി 10 വരെയുള്ള എല്ലാ കുട്ടികളെയും പ്രീ മെട്രിക് എന്നൊരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് 9ാം ക്ലാസ്സിലെ കുട്ടി ആയതുകൊണ്ട് പ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ടൈപ്പ് എന്നുള്ളത് സ്കോളർഷിപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡു യു വാണ്ട് ടു പ്രൊസീഡ് എന്നൊരു മെസ്സേജിന് വരുന്നത്. നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്നൊരു മെസ്സേജാണ് പ്ലീസ് ഗോ ടു മൈ ആപ്ലിക്കേഷൻസ് എന്നൊരു മെസ്സേജ് വന്നതിന് ശേഷം നമുക്കിവിടെ കാണാം ന്യൂ ആപ്ലിക്കേഷൻസ് ആണ്. 2025-26 ഫ്രഷ് സ്കോളർഷിപ്പ് എന്നുള്ളതാണ്. നമുക്കിനി പ്രൊസീഡ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാണ്. പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന പേജാണിത്. ഈ പേജിൻ്റെ ഇടത് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഫിൽ ആപ്ലിക്കേഷൻസ് എന്ന് കാണാം. ഈ ഫിൽ ആപ്ലിക്കേഷൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജനറൽ ഇൻഫർമേഷൻസ് കാണാം. അതുപോലെ താഴേക്ക് പേഴ്സണൽ ഇൻഫർമേഷൻസ് കാണാം. ഈ പേഴ്സണൽ ഇൻഫർമേഷൻസിന് താഴെ എൻ്റർ ഡീറ്റെയിൽസ് എന്നൊരു ഭാഗത്ത് കമ്മ്യൂണിറ്റി, റിലീജിയൻ, ആനുവൽ, ഫാമിലി, ഇൻകം തുടങ്ങിയ ഡീറ്റെയിൽസാണ് നൽകേണ്ടത്. ആ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാം. ഈ എൻ്റർ ഡീറ്റെയിൽസിലെ കമ്മ്യൂണിറ്റി എന്ന ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ SC ST കമ്മ്യൂണിറ്റികൾ ആണ് എങ്കിൽ അവർ SC ST കമ്മ്യൂണിറ്റി എന്ന് തന്നെ നൽകേണ്ടതുണ്ട്. ഈ വർഷം തൊട്ട് മറ്റേതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് വാങ്ങിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സ്കോളർഷിപ്പ് ക്യാൻസലായി പോയേക്കും. അതുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ വാങ്ങുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് വാങ്ങാതെ ഇത് തന്നെയാണ് കൂടുതൽ എമൗണ്ട് കിട്ടുന്നുണ്ട്, ഇത് തന്നെയാണ് വാങ്ങിക്കേണ്ടത്. അത്തരത്തിലുള്ള ശ്രദ്ധ അതിൽ പുലർത്തേണ്ടതുണ്ട്. ഇപ്പോൾ SC ST കുട്ടികളല്ലാതെ മറ്റേത് വിഭാഗങ്ങളാണെങ്കിലും OBC ആണെങ്കിലും OEC ആണെങ്കിലും ജനറൽ ആണെങ്കിലും എല്ലാം തന്നെ ജനറൽ എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. OBC ആണെങ്കിലും OEC ആണെങ്കിലും ജനറൽ എന്ന് രേഖപ്പെടുത്തണം. ഇനി അതല്ല SC ST ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അത് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാത്ത എല്ലാവരും OBC എന്നുള്ളത് കൊടുക്കരുത്, ജനറൽ എന്ന വിഭാഗത്തിൽ തന്നെയാണ് അവർ കൊടുക്കേണ്ടത്, പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ റിലീജിയൻ സെലക്ട് ചെയ്യാം. തുടർന്ന് ഫാമിലി, ഇൻകം നൽകുന്നു. അതിനുശേഷം ദിവ്യാംഗജൻ എന്ന ഭാഗത്ത് കുട്ടി ഡിസേബിൾഡ് ആണോ അല്ലയോ എന്നുള്ള വിവരമാണ് നൽകേണ്ടത്. അപ്പോൾ ഡിസേബിൾഡ് അല്ലാത്ത നമ്മൾ നോ എന്ന് കൊടുക്കുന്നു.
ഇവിടെ പാരൻസിൻ്റെ പ്രൊഫഷൻ ഇവിടെ കുറേ അധികം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നും അല്ലാത്തതുകൊണ്ട് അതേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. മാരിറ്റൽ സ്റ്റാറ്റസ് അൺമാരീഡ് ആണ്. ഇനി കുട്ടി സിംഗിൾ ഗേൾഡ് ചൈൽഡ് ആണോ എന്ന് ചോദിക്കുന്നതല്ല, ഒന്നിലധികം പെൺകുട്ടികളുള്ള ഒരു വീട്ടിലെ കുട്ടി ആയതുകൊണ്ട് നോ എന്ന് കൊടുക്കുന്നു. ഇനി 2 രക്ഷിതാക്കളും ജീവനോടെ ഉള്ളതുകൊണ്ട് ഇവർ രണ്ടുപേരും ജീവനോടെ ഉള്ളതുകൊണ്ട് തന്നെ നോട്ട് അലൈവ് എന്നുള്ള ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, നോട്ട് ആപ്ലിക്കബിൾ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് പെർമനൻ്റ് അഡ്രസ്സ് എന്ന ഭാഗമുണ്ട്. ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു, നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം റൂറൽ, അർബൻ, അതർ. ഇപ്പോൾ ഇതിൽ റൂറൽ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ സബ് ജില്ലയും സബ് ഡിസ്ട്രിക്റ്റ്, വില്ലേജ്, ഹൗസ് നമ്പർ, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ടൗൺ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹൗസ് നമ്പറും പിൻകോഡും മാത്രം നൽകിയാൽ മതിയാവും. ഇപ്പോൾ ഈ കുട്ടി ഗ്രാമപ്രദേശത്തൊന്നും ആയതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസാണ് ഇവിടെ നൽകുന്നത്. സബ് ഡിസ്ട്രിക്റ്റ്, വില്ലേജ്, ഹൗസ് നമ്പർ, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ നൽകിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പഞ്ചായത്തിലെ റൂറൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഹൗസ് നമ്പർ, സ്ട്രീറ്റ് നമ്പർ ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ മറ്റൊരു വിൻഡോ കൂടെ ഓപ്പൺ ആയി വരും. അതിൽ വീടിൻ്റെ പേര്, അതുപോലെ വീട്ടിൽ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര്, ഏരിയ, ലൊക്കാലിറ്റി, ലാൻഡ്മാർക്ക് തുടങ്ങിയ വിവരങ്ങൾ കൂടെ ഇതിൽ എൻട്രി ചെയ്ത് നൽകിയതിന് ശേഷമാണ് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അഡ്രസ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ ജനറൽ ഇൻഫർമേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരുന്നു. അതിനുശേഷം നമുക്കത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി വരുന്നത് പ്രസൻറ്റ്, കോഴ്സ്, ക്ലാസ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്ന അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അക്കാഡമിക് ഡീറ്റെയിൽസിൽ സെലക്ട് യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. ഇവിടെ ഗെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 2-3 തരത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ കഴിയുന്നത്. അതിലെ യുഡൈസ് കോഡ് എന്നുള്ള ആ ഒരു മാർഗ്ഗം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു മാർഗ്ഗം. അവിടെ സ്കൂളിൽ അന്വേഷിച്ചാൽ സ്കൂളിൻ്റെ യുഡൈസ് കോഡ് ലഭ്യമാണ്. ആ യുഡൈസ് കോഡ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ യുഡൈസ് കോഡ് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും താഴെ സ്കൂളിൻ്റെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്കൂളിൻ്റെ പേര് ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡു യു വാണ്ട് ടു സെലക്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ സ്കൂളിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. നമ്മൾ എസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കൃത്യമായി സെലക്ട് ചെയ്ത് നൽകി. അതിനുശേഷം പ്രസൻറ്റ് ക്ലാസ്, ഇപ്പോൾ കുട്ടി പഠിക്കുന്ന ക്ലാസ് 9ാം ക്ലാസ്സാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് തുടങ്ങിയിരിക്കുന്ന ഡേറ്റ് ജൂലൈ അല്ല ജൂൺ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജൂണിലേക്ക് പോകാം. അതിൽ 2 എന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി അതിനുശേഷം കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നൽകുകയാണ്. അതിനുശേഷം കുട്ടിയുടെ അഡ്മിഷൻ എടുത്ത ആ ഒരു വർഷം, ആ സ്കൂളിൽ അഡ്മിഷൻ പ്രവേശിച്ച ആ ഒരു വർഷം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുട്ടിയുടെ ക്ലാസ്സിലുള്ള റോൾ നമ്പർ കൊടുക്കുന്നു. എൻ്റർ സെക്ഷൻ, ഈ ഭാഗത്ത് കുട്ടി ഏത് ഡിവിഷനിലാണ് പഠിച്ചിരിക്കുന്നത്, ഏത് ക്ലാസ്സാണ്, ഏത് ഡിവിഷനാണെന്നുള്ള കൊടുക്കുന്നു. നമ്മൾ എ ഡിവിഷൻ എന്ന് കൊടുക്കുകയാണ്. ആ കുട്ടി എ ഡിവിഷനിലാണ് പഠിക്കുന്നത്. അതുപോലെ മോഡ് ഓഫ് സ്റ്റഡി എന്നുള്ളത് റെഗുലർ സ്റ്റഡിയാണ്. ഫുൾ ടൈം ആയിട്ട് നമ്മൾ സാധാരണ കുട്ടികളെല്ലാം തന്നെ റെഗുലറിലാണ് വരുന്നത്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാണെന്നുള്ള ചോദ്യത്തിന് നോ എന്നാണ് നൽകുന്നത്. അതിനുശേഷം പ്രീവിയസ് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. നമുക്ക് പ്രീവിയസ് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ പ്രീവിയസ് ബോർഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്രീവിയസ് പാസിംഗ് ആ വർഷമാണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നത് 2025-ലാണ്. അപ്പോൾ പ്രീവിയസ് ക്ലാസ് 8ാം ക്ലാസ്സാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലുള്ള മാർക്കിൻ്റെ ശതമാനം നമ്മൾ കൊടുക്കുകയാണ്, 97ആണ്. അപ്പോൾ ആ ഒരു ശതമാനം നമ്മൾ കൊടുക്കുന്നതിന് ശേഷം അക്കാഡമിക് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം താഴെ കോമ്പറ്റേറ്റീവ് എക്സാം ഡീറ്റെയിൽസ് എന്ന് കാണാം. കോമ്പറ്റേറ്റീവ് എക്സാം ഡീറ്റെയിൽസ് എന്ന ഈ ഭാഗത്ത് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് ക്വാളിഫൈഡ് കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ നമുക്ക് NMMS എന്നാണ് കൊടുക്കേണ്ടത്. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കേരളം ആയതുകൊണ്ട് ആ കേരള എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാം റോൾ നമ്പർ, പരീക്ഷ എഴുതിയ ഹോൾ ടിക്കറ്റിലുള്ള ആ നമ്പറാണ് നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുന്ന ഭാഗത്ത് വിവരങ്ങൾ കൃത്യമാണെങ്കിൽ മാത്രമാണ് NMMS എന്ന ഒരു സ്കീം സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാം റോൾ നമ്പർ എന്നുള്ള ഹോൾ ടിക്കറ്റിൽ നമുക്ക് മുകൾ ഭാഗത്ത് 6 ഡിജിറ്റുള്ള ഒരു നമ്പർ കാണാം. ആ 6 ഡിജിറ്റുള്ള നമ്പറാണ് നൽകേണ്ടത്. അതല്ലാതെ മറ്റൊരു 8 ഡിജിറ്റുള്ള നമ്പർ അവിടെ നൽകിയിട്ടുണ്ട്. അതെല്ലാം നൽകേണ്ടത് 6 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറാണ് നൽകേണ്ടത്. ഇപ്പോൾ ഇവിടെ 1 തുടങ്ങുന്ന ഒരു നമ്പറാണ് കോമ്പറ്റേറ്റീവ് എക്സാം റോൾ നമ്പറായിട്ട് ഹോൾ ടിക്കറ്റിൽ കാണുന്നത്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയ വർഷം 2024ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത പേജിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഡീറ്റെയിൽസ് ആർ നോട്ട് റിക്വയർഡ് ഫോർ യുവർ ആപ്ലിക്കേഷൻ. ഓരോ ടാബാണ്. അടുത്ത സ്പെസിഫിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാബിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ
കണ്ടിന്യൂ എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 2 സ്കീമാണ് കുട്ടിക്ക് സെലക്ഷൻ വന്നിരിക്കുന്നത്. ഒന്ന് PM യാസവി സെൻട്രൽ സ്കോളർഷിപ്പ് സ്കീം, മറ്റൊന്നാണ് നാഷണൽ മെറിറ്റ് മീൻസ് അത് NMM സ്കോളർഷിപ്പ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് NMM സ്കോളർഷിപ്പ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സെലക്ഷൻ ഇവിടെ ലഭിച്ചില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ കോമ്പറ്റേറ്റീവ് എക്സാം ഡീറ്റെയിൽസിൽ കൊടുത്തിരിക്കുന്ന ആ റോൾ നമ്പറിൽ എന്തെങ്കിലും തെറ്റ് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നമുക്കിത് ലഭ്യമല്ലാത്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ ലഭ്യമാണ് എങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്കീം ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജാണ് കാണുന്നത്. നമുക്കത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് സ്കീം സ്പെസിഫിക് ഡീറ്റെയിൽസ് എന്നുള്ള അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നമുക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സ്കീം സ്പെസിഫിക് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരും. നമുക്കിത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ അതോറിറ്റി, ഇത് ജനറൽ ആയതുകൊണ്ട് അങ്ങനെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻകം സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ആ ഇൻകം സർട്ടിഫിക്കറ്റ് അത് PDF-ലോ അല്ലെങ്കിൽ JPG-ലോ ഉള്ള ഫോർമാറ്റിലായിരിക്കണം. അത് 20 KB-ക്കും 200 KB-ക്കും ഇടയിലുള്ള സ്പേസ് ആ ഒരു ഫയൽ സൈസ് ഉള്ളത് മാത്രമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇവിടെ PDF ആണെങ്കിൽ നമുക്കിവിടെ PDF അവൈലബിൾ ആണ്. ഇപ്പോൾ JPG ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് സെലക്ട് ടൈപ്പ് ഇപ്പോൾ ഓൾ ഫയൽസ് എന്ന് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ JPG ഫയൽ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ PDF ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കിവിടെ PDF തന്നെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ JPG ആയതുകൊണ്ട് JPG ഫയലാണ്. ഇപ്പോൾ അത് 128 KB ഉള്ളൊരു ഫയലാണ്. അത് സെലക്ട് ചെയ്യുന്നു. PDF ആണെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ PDF തന്നെയാണെങ്കിൽ നമുക്ക് PDF ഡയറക്റ്റ് കിട്ടും. PDF അല്ല എങ്കിൽ ഓൾ ഫയൽസ് എടുത്തു കഴിഞ്ഞാൽ JPG ഫയൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നമുക്ക് കാണാം. അത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യുവർ ഡോക്യുമെൻ്റ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഐ എഗ്രി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രോസസ്സ് അവസാനിക്കുന്നു. നമുക്ക് ഈ ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന മറ്റൊരു സ്കോളർഷിപ്പിനൊന്നും ഇനി ക്ലെയിം ചെയ്യുന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഐ എഗ്രി എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അവസാനിക്കുകയാണ്. ഫൈനൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇനി ഇത് ഫർദറായിട്ട് നമുക്കൊന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു മെസ്സേജാണ് വരുന്നത്. പക്ഷേ ഇങ്ങനൊരു മെസ്സേജ് വന്നാലും എന്തെങ്കിലും തരത്തിലൊരു എഡിറ്റിംഗ് വേണ്ടി വന്നു എങ്കിൽ സ്കൂളിൽ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ സ്കൂളിൽ നിന്നും അത് റിവേർട്ട് ചെയ്ത് വാങ്ങിച്ച് വീണ്ടും എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വിഡ്രോ ആപ്ലിക്കേഷൻസ് വഴി വിഡ്രോ ചെയ്തതിന് ശേഷം പുതുതായിട്ട് ചെയ്യാം. ഇത് ഫ്രഷ് രജിസ്ട്രേഷൻ മാത്രമാണ് ചെയ്യേണ്ടത്. റിന്യൂവലിൽ ഒരു കാരണവശാലും ഈ ആപ്ലിക്കേഷൻസ് വിഡ്രോ ചെയ്യരുത്. ഫ്രഷ് ആപ്ലിക്കേഷൻ മാത്രം എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ വിഡ്രോ ചെയ്തുകൊണ്ട് വീണ്ടും പുതുതായിട്ട് ചെയ്യാം. ഇനി അതല്ലാതെ സ്കൂളിൽ നിന്നും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിവേർട്ട് ചെയ്ത് വന്ന് അത് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരുന്നു. ഈ ഒരു പ്രോസസ്സോടുകൂടി ഈ ഒരു പ്രവർത്തനം അവസാനിക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അണ്ടർ പ്രോസസ് ഫോർ വെരിഫിക്കേഷൻ അറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ എന്നൊരു മെസ്സേജ് നമുക്ക് കാണാം. അതുപോലെ സ്കൂളിൽ കൊടുക്കുന്നതിന് വേണ്ടി പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.